ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വായനാ ദിന ക്യൂസ് 2025 ഒരു മോക്ക് ടെസ്റ്റ് ആണ്. എല്ലാവർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഏറ്റവും അവസാനം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1996 മുതലാണ് നാം ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടൈമിനുള്ളിൽ ആൻസർ പറയാവുന്നതാണ്. PN പണിക്കരുടെ ഓർമ്മയ്ക്കാണ് നമ്മൾ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അതെ, രവീന്ദ്രനാഥ് ടാഗോറാണ് നോബൽ സമ്മാനം ആദ്യമായി ഇന്ത്യയിൽ നേടിയത്. കേരളത്തിന്റെ ഭരണഭാഷ ഏതാണ്? അതെ, നമ്മുടെ ഭരണഭാഷ മലയാളമാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? ജൂൺ 19 മുതൽ ജൂൺ 25 വരെ. ആറാമത്തെ ക്വസ്റ്റ്യൻ, കുറ്റിപ്പെൻസിൽ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? കുഞ്ഞുണ്ണി മാഷാണ് കുറ്റിപ്പെൻസിൽ രചിച്ചത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, നാലുകെട്ട് എന്ന നോവൽ രചിച്ചത് മലയാള സാഹിത്യകാരന്മാർ ആരാണ്? MT വാസുദേവൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? സെപ്റ്റംബർ 14 ഗ്രന്ഥശാല ദിനം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? ഇത് പലർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അവകാശികളാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. അവകാശികൾ എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? വിലാസിനിയാണ് അവകാശികളുടെ രചയിതാവ്. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ്? അതെ, 2004 ജൂൺ 19